അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. സഹോദരന്മാരെ, സമസ്തത്തെ ആൾമാർ റബിയുൽ അവൽ തിങ്കളിൽ കൊമന്നതായി ഈദ് മീലാദ് ചൊന്തുല്ലെ ഒരു അനാചാര ഒരു ബിദഅത്ത് അതിരങ്ങ പല രൂപത്തിലെത്തിക്കറ് സമർത്ഥനാക്കുക പ്രയത്നിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാസര നോമ്പരെടുത്ത് ചൊല്ലത് ഇത് ഈദ് മീലാദുക്കുള്ള ദലീലെത്തിക്കരുത്, ബർത്ത്ഡേ ആഘോഷിക്കുക ദലീലെന്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ തിങ്കളാസും ബാലാസും നോമ്പടിച്ചിര് അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നರು ನಾ ಪೆತ್ತದು ಕೊಂಡು അതേപോലെ വഹി ಬಂದಿದೆ ಇತ್ತಿಕ್ಕರು ಅದು ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲಗೆ റസൂൽ ശുക്രാക്കിയതല്ലേ. അങ്ങനെ ശുക്രാക്കോർ നിങ്ങൾ നോമ്പടിച്ചത് എല്ലാ തിങ്കളാസും നോമ്പടിച്ച് ശുക്രാക്കോർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ലാത്ത നാളിൽ റബിയുൽ അവൽ തിങ്കളിൽ 12 മാത്ര എല്ലാ വർഷം നോമ്പടിച്ചിരേ. അങ്ങനെ ഉണ്ടാ എല്ലാ തിങ്കളാസും നോമ്പടിച്ചിര അതിൽ നോമ്പടിക്കോട്ടിങ്ങ അതല്ലാത്ത അതിൽ പിടിച്ചിട്ട് ഈദ് മിലാദ്ക്ക് ദലീൽ ചൊന്നെന്താ നിങ്ങൾക്ക് കേൾക്കൂല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ സ്വഹാബിമാർ നോമ്പടിച്ചിട്ടില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ഈദ് മിലാദ് ആഘോഷിച്ചിട്ടില്ലേ? ഈ ദലീൽ വെച്ചിട്ട് ഈ നോമ്പർ ദലീൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഈദ് മിലാദ് ആഘോഷിക്കൊണ്ട് ചൊത്തും തായെങ്കിൽ അപ്പോൾ സ്വഹാബിമാർ ആചരണ ആക്കണ്ടേ, ഈദ് മിലാദ് ആക്കണ്ടേ? അങ്ങ് ആക്കിയിട്ടില്ലല്ലേ. അതുകൊണ്ട് ഇത്തിക്കർ മനസ്സിലാക്കൂല്ല സഹോദരന്മാർ, ഇത് ഖുറാനും ഹദീസിലും ഇല്ല. അപ്പോൾ അവിടെ രണ്ടാമത്തെ വിഷയത്തിക്കർ നിങ്ങൾക്ക് പിടിയാവുന്നു, ഖുറാനും ഹദീസിലും ഇല്ല തായെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പേരിൽ ദീനിങ് ഇങ്ങനെ കൊമറത്തീരേ, അതെത്തിക്കർ ഒന്നാമത്തെ വിഷയം. അവിടെ മനസ്സിലാക്കുന്നത് ഹദീസിൽ നമുക്ക് വ്യക്തമായിട്ട് കാണേണ്ട ഒരു സംഭവം എത്തിക്കർ. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ചൊല്ലത് ആകാശത്തിൽ 2 റെക്ക വിട്ട് പാരിയും തുല്യതായ പക്കി അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൽമിന്നേം തായെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുകയുള്ള വിഷയം നേം തായെങ്കിൽ അതിനെ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാത്ത നിങ്ങൾ നിന്ന് പോയിട്ടില്ല. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വിഷയം ഇൽമുണ്ട് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടരുതെന്ന് തായ അതുപോലെ ചൊന്നു റസൂലൊന്തു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ചൊല്ലിക്കാണാം. മാ ബഖിയ ശൈഉൻ യുഖർരിബു ഇലൽ ജന്ന വയുബാഇദു അനിൻ നാരി ഇല്ലാ വഖദ് ബുയ്യിന ലക്കും. സ്വർഗത്തിക്ക് മുട്ടാക്കര ഏതെല്ലാം വിഷയമുണ്ടാ, നരകത്തിൽ നിന്ന് ദൂരാക്കരങ്ങനത്തെ എന്തെല്ലാം വിഷയമുണ്ടാ അതെല്ലാം നിങ്ങൾക്ക് വ്യക്തമാക്കി പടപ്പാട്ടി തല്ലാന്ത് വിട്ടുപോയിട്ടില്ല. അപ്പോൾ വ്യക്തമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടപ്പാട്ടി. അതുകൊണ്ട് ഇത്തിക്കറി ഇമാം മാലിക് റഹിമഹുല്ലാഹ് ചൊല്ലുന്നത് ആരെയും ഓർത്ത ദീനുൽ ഇസ്ലാമിൽ പുതിയതായിട്ട് കൊമണ്ട മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ ഒരു ബിദ്അത്ത് ഇസ്ലാം ദീന് കൊമണ്ട യറാഹ ഹസനത്തൻ അവനതിന് നല്ലത് ചൊന്തു കാണ്ടേന്തായെങ്കിൽ ബിദ്അത്തുൻ ഹസനൈത്ത് കാണ്ടേന്തായെങ്കിൽ ഫഖദ് സഅമ അവನು വാദിക്കരുത് എന്തൈത്തിക്കർ അവನು വാദിക്കരുത് അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ദൗത്യത്തിൽ വഞ്ചനാക്കിയിട്ട് ചൊന്തൈത്തിക്കർ അവನು ആരോപണാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പഠിപ്പാട്ടിട്ടില്ല. ലൈലത്തുൽ ഖദർ കാണ്ടി മഹത്വം ഇല്ലതും അതേപോലെ മൂന്നാമത്തെ ഈദിലെ റസൂൽ പഠിപ്പാട്ടിട്ടില്ല ചൊന്തോർത്ത ചൊന്നേൻ തായെങ്കിൽ അവನು വാദിക്കരുത് എന്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ദൗത്യത്തിൽ വഞ്ചനാക്കി ചൊന്തൈത്തിക്കർ ഒർക്കത്തും ഒരു മുഅ്മിനിಗೆ അങ്ങനെ ചൊല്ലോക്ക് സാധ്യമില്ല. റസൂലിൻ്റെ മേലെ അങ്ങനെ ഒരു ആരോപണ ആക്കുക സാധ്യമില്ല. ഈ ബിദ്അത്ത് കൊമ്പ് നിങ്ങൾക്ക് മാത്രം അത് സാധിക്കരുത്. അതുകൊണ്ട് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഖുർആൻ്റെ ആയത്ത് പറഞ്ഞത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന ആയത്ത് എത്തിക്കർ. അല്ലാഹു എത്തിക്കർ ചൊന്നത് ഇന്നത്തെ നാൾ നിങ്ങൾക്ക് ദീനിൻ്റെ പൂർത്തിയാക്കി തന്നരാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി തന്നതായ ദീനിൽ എങ്ങനെ എത്തിക്കർ നിങ്ങൾക്ക് പുതിയതായ ഒരു ഇബാദത്ത് കുമറവ് സാധിക്കരുത്. അതുകൊണ്ട് എത്തിക്കർ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അതിൽ പിന്നെ ചൊന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ കാലഘട്ടത്തിൽ ഏതൊന്നും ദീൻ അല്ലാന്തിന്ത ഫലാ യകൂനുൽ യൗമ ദീന അത് ഇണ്ടത്തെ നാളിലും ദീനാവുക സാധ്യമില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരെ കാലത്തിൽ ഏതൊന്നും ദീൻ അല്ലമ അത് ഇണ്ടും ദീനല്ല. അങ്ങനെ കാലത്തിൽ ഏത് ദീനൈത്തിന്ത അത് ഇണ്ടും ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിലും സ്വഹാബിമാരെ ജീവനത്തിലും അങ്ങ് പിടിയില്ലാത്ത ഒന്ന് എത്തിക്കറ ഈദ് മിലാദ്. അതുകൊണ്ട് ഇന്നത്തെ കാലത്തും ഈദ് മിലാദ് പാടില്ലാത്തത് എത്തിക്കറ ബിദ്അത്ത് എത്തിക്കറ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ദീനരെ കറക്റ്റായിട്ട് മനസ്സിലാക്കുമല്ലോ തൗഫീഖ് തന്നനുഗ്രഹിക്കട്ടെ. എല്ലാ ബിദ്അത്തും ഖുറാഫാത്തിൽ നിന്ന് വിട്ടു നിൽക്കുമല്ലോ തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തന്നനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.